അസ്സലാമലൈക്കും. എല്ലാ മുത്തുമണികൾക്കും സുഖമാണോ? സൗണ്ടൊക്കെ പോയി കിടക്കുക. ഏതായാലും ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. ഇന്നലെ ലീവ് ഇട്ടു വൈകുന്നേരത്ത്. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്നാണ്. അതിന്ന് ഒരാളെ കമൻറ്റിനുള്ള മറുപടി കേട്ടോ. കാരണം നെജില പറഞ്ഞ കാര്യം അറിയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ 2-3 പ്രാവശ്യം അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്നോടെന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ കാണുന്നവർ എവിടെയും വലിച്ചു വിട്ട് കണ്ടിട്ട് കമൻ്റ് ഇടരുത്. കാരണം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ തന്നെ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് വിടുമ്പോൾ എനിക്ക് തോന്നുന്നത് മുഴുവൻ കേൾക്കാതെയാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത്. കാരണം വലിച്ചു വിട്ട് കണ്ടിട്ടുണ്ടാവും, സ്കിപ്പ് ചെയ്ത്. അപ്പോൾ അതിലെന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ എന്നോട് ചോദിക്കണത്, നിങ്ങളോട് നെജില രഹസ്യമായി പറഞ്ഞ കാര്യം ഒരാൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ ചോദ്യം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് വന്ന കമൻ്റ് അതാണ്. പക്ഷേ ഞാൻ ആ വീഡിയോസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ കുട്ടിയെ. എന്ത് പറഞ്ഞത് നെജില, കേട്ടത് ഞാൻ. അതറിയാഞ്ഞിട്ട് ആർക്കാണ് വെപ്രാളെടുക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗമൊന്നും നീ കേട്ടില്ലേ? പിന്നെ എന്ത് കേട്ടിട്ടാണ് നീ ഈ കമൻ്റ് ഇടുന്നത്? എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുക. അല്ലാതെ എവിടെയെങ്കിലും സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പിന്നെ എങ്ങനത്തെ കമൻ്റ് ഇട്ടാൽ എങ്ങനെ ഞാൻ മറുപടി പറയാം? ഒരു വീഡിയോ കണ്ടാണെങ്കിൽ മുഴുവൻ കണ്ടിട്ട് മറുപടി പറഞ്ഞാലല്ലേ നമുക്കത് മനസ്സിലാകുള്ളൂ ഞാൻ എന്നെ ഭാഗയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചത് അതിലൊന്ന് മാത്രമാണ്. പറഞ്ഞത് നെജില, കേട്ടത് ഞാൻ. അതറിയാഞ്ഞിട്ട് ആർക്കാണ് ഇത്ര വെപ്രാളം കൊണ്ട് വീപ്പി കയറി ഞരമ്പ് പൊട്ടാൻ പോണത്? കാരണം വെപ്രാളം അടിക്കേണ്ട കാര്യമല്ലല്ലോ. ഞാൻ അനക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. നെജില എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് നെജില, കേട്ടത് ഞാൻ. ഞാനത് ഒരാളടുത്ത് ഇതുവരെ എത്തിച്ചിട്ടില്ല, ഇനി മേലും എത്തിക്കില്ല. ഇനി മേലും എത്തിക്കാൻ ഉദ്ദേശമല്ല. പിന്നെ ഞാൻ പറയും, എങ്ങനെ അറിയോ? ഇതേമാതിരി നമുക്ക് സീരിയലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അതിൻ്റെ ലാസ്റ്റ് ഓരോ ഭാഗം വെച്ച് ഞാൻ അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. നെജിലി ഞാനൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നെജിലി എന്താ പട്ടി തൊട്ട കലന്മാരിയാക്കി വെച്ചോക്കണം ആരെങ്കിലും? അത്രയ്ക്ക് നെജിലാനോട് സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ബന്ധം വയ്ക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? ഒരു മനുഷ്യജീവിയല്ലേ അത്? ഒരു പട്ടിക്ക് ചോറ് കൊടുത്ത കാരണം തൊടാൻ പാടില്ലാത്ത മനുഷ്യൻ. അത് ഒരു പട്ടിക്ക് ചോറ് കൊടുത്ത ആ മനുഷ്യൻ സ്വർഗത്ത് പോയ മുത്തുനബിയുടെ അടിമകളായ നമ്മളാണോ ഈ പറയുന്നത് നെജിലാനോട് മിണ്ടാൻ പാടില്ല? കുറേ കമൻറ്റ് വരുന്നുണ്ട്. കാരണം നെജില വിശ്വസിക്കരുത്. ഞാൻ നെജിലാനെ അവിശ്വസിക്കുകയോ ചെയ്യല്ല. കാരണം നെജില എന്നെ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയൂല. അത് നെജില എന്ന് മാത്രമല്ല, വേറെ ആരും നിങ്ങളിൽപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് നമ്പർ തന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പറയൂല. അത് നെജിലാൻ്റെ കാര്യം മാത്രമല്ല. പക്ഷേ ഈ നെജില എന്നെ മാത്രമല്ല, മറ്റു പലരെയും വിളിച്ചിട്ടുണ്ട്. അവരതൊന്നും പറയുന്നില്ല. കാരണം നമുക്കൊരു ഇതുണ്ട്. കാരണം സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ പലതും പറയും. സ്നേഹമാണ് മുറിഞ്ഞു പോകുമ്പോൾ അവർ പറഞ്ഞതൊക്കെ നമുക്ക് വിളിച്ച് പറയാം. ഇതെൻ്റെ ഇതിലില്ല, എൻ്റെ ഗണത്തിൽ പെട്ടിട്ടില്ല. അത് നമുക്ക് ആ ബന്ധം മുറിഞ്ഞോ, അതങ്ങനെയാണ് മുറിഞ്ഞു പോവുക. അല്ലാതെ നമ്മൾ സ്നേഹം ഉണ്ടായിരുന്നപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയണതൊക്കെ യെസ് മൂളിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് പിണങ്ങുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ച ഇസ്ലാമിൽ എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല. കാരണം വിശ്വാസവഞ്ചന എന്നാണ് അതിനൊക്കെ പറയുക. വിശ്വസിച്ചവനെ വഞ്ചിക്കുന്നവൻ ഇസ്ലാമിൽപ്പെട്ടവനല്ല എന്ന് മുത്തുനബി പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്കത് തോന്നുന്നത്. കാരണം നമ്മളെ വിശ്വസിച്ച് ആരുമായിക്കോട്ടെ, നമ്മളെ മിത്രനോ ശത്രുവോ ആരുമായിക്കോട്ടെ, നമ്മളെ വിശ്വസിച്ചൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. നമ്മൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വില എവിടെ പോയി? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അവരോട് പിണങ്ങുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അവരും നമ്മളുമായിട്ട്
അല്ല, അവരെക്കായും തരം താന്നവരായി നമ്മൾ. എൻ്റെ സൗണ്ടൊക്കെ ഒരുമാതിരി ഉണ്ട് കേട്ടോ, ജലദോഷം പിടിച്ചിട്ടാണ്. പക്ഷേ എനിക്കതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല. ആര് പറഞ്ഞാലും ശരി, അത് അവിടെ എനിക്ക് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ നെജിലയെന്നോ കല്യാണിയെന്നോ അങ്ങനെയുള്ള ഒരു മാറ്റവും ഇല്ല. ആരെന്നെ വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യമാണെങ്കിലും അവരോട് ബന്ധം ഉണ്ടെങ്കിലും അവരുടെ ബന്ധം മുറിഞ്ഞു പോയാലും അത് അങ്ങനെ ഇങ്ങോട്ട് കളയും ഞാൻ, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ട കുട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാനിത് പറയേണ്ടി വന്നത്. കാണുന്ന വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻ്റ് ഇടുക. എവിടെയെങ്കിലും സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് കമൻ്റ് ഇടരുത്. കാരണം ഞാൻ പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞ ഒരു കാര്യം നെജില എന്നല്ല, അല്ല മറ്റുള്ളവർ മൂന്നാമതൊരാളെന്നല്ല, എനിക്കും എന്നെ പടച്ച റബ്ബിനും നെജിലാക്കും മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ ഇപ്പോഴൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്കത് പറയേണ്ട ആവശ്യമില്ല. ഇനി പറയാൻ ആർക്കെങ്കിലും വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരും കുറേ നാൾ വിളിച്ച് സംസാരിച്ചവരല്ലേ അല്ലേ? എന്നേക്കാൾ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അവരെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. നെജില എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വരെ ആ പറഞ്ഞ വ്യക്തികളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചുട്ട മറുപടി കിട്ടും. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരെ അടുത്ത് പറഞ്ഞപ്പോൾ എസ് മൂളി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പറയണത്. കാരണം നമ്മൾ ഏതൊരു മനുഷ്യൻ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നന്മയിലോട്ട് കൊണ്ടുവരാനേ നോക്കുള്ളൂ. അല്ലാതെ തിന്മയിലോട്ട് പോകാൻ ഞാൻ ഒരു മനുഷ്യനും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. ഇനി അങ്ങനെ തിന്മയിലോട്ട് പറഞ്ഞിട്ട് ഒരു ഇത് എനിക്ക് വേണ്ട. അപ്പോൾ ഏതായാലും കമൻറ്റ് വിട്ട ആൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുമല്ലോ. ഈ വീഡിയോസെങ്കിലും ഒന്ന് മുഴുവൻ കണ്ടിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. ഇനി ഇടുമ്പോൾ അല്ലെങ്കിൽ അടുത്തതിലും വയ്ക്കുക. നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നെജില നിങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ് മൂന്നാമത്തെ അറിഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഇനിയും വീഡിയോസ് ഇടരുത്, അല്ല കമൻറ്റ് ഇടരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്കിതിന് എപ്പോഴും ഇങ്ങനെ മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് കമൻറ്റ് ഇടുക. ആയിക്കോട്ടെ. ചുമയും പനിയും മക്കളെ. ശരി, അടുത്ത വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും.